ഷെഫ് സീക്രട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് എന്നും പ്രിയമാണല്ലോ ഫിഷ് ഫ്രൈ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ. നമ്മുടെ ഈ വെറൈറ്റി ഫിഷ് ഫ്രൈയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് നല്ല പച്ച കുരുമുളകാണ് കേട്ടോ. അപ്പോ ഇന്ന് നമ്മുടെ ഈ സ്വാദിഷ്ടമായ ഫിഷ് ഫ്രൈക്ക് വേണ്ടി സിലോപ്പിയയും അനാബസ് എന്ന രണ്ട് രുചികരമായ വളർത്തുമീനുകളെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈക്ക് വേണ്ടി എടുത്തിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി അരിഞ്ഞത് 2 സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 2 സ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 5 എണ്ണം, പച്ചമുളക് 3 എണ്ണം, പച്ചക്കുരുമുളക് 4 എണ്ണം, കുരുമുളക് പൊടി 2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, നാരങ്ങയുടെ നീര് 2 സ്പൂൺ, പുതിനയില ആവശ്യത്തിന്, വെളിച്ചെണ്ണ 250 ഗ്രാം. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. അപ്പോ ആദ്യം 2 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 5 ചെറിയ ഉള്ളി അരിഞ്ഞതും 3 പച്ചമുളകും 4 പച്ചക്കുരുമുളകും ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും 2 സ്പൂൺ നാരങ്ങയുടെ നീരും പിന്നെ ആവശ്യത്തിന് പുതിനയും ചേർത്ത് മിക്സറിലോ മറ്റോ നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ 2 മീൻ സിലോപ്പിയയും അനാബസും നന്നായി വൃത്തിയാക്കി എടുത്ത ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ട് മീനിലേക്ക് നന്നായി പുരട്ടി വെക്കാം. ആ സ്പെഷ്യൽ മസാലക്കൂട്ട് മീനിലേക്ക് നന്നായി പുരട്ടിയ ശേഷം അത് മീനിലേക്ക് നന്നായി പുരളാൻ വേണ്ടി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. സ്പെഷ്യൽ മസാലക്കൂട്ട് മീനിലേക്ക് നന്നായി പുരട്ടിയ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ സ്പെഷ്യൽ മസാലക്കൂട്ട് പുരട്ടി വച്ചിരിക്കുന്ന മീൻ അതിലേക്കിട്ട് ഇരുവശവും തിരിച്ചും മറിച്ചും വേവിച്ചോ ഫ്രൈ ആക്കിയോ എടുക്കാം. മൊരിഞ്ഞത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ഇതോടെ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ ഇഷ്ടമുള്ള നിങ്ങൾ എന്തായാലും നമ്മുടെ ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം. ഇനിയും രുചികരമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.